എനിക്ക് എന്തേലും വിഷമമുണ്ടെന്ന് കരുതിയിട്ടാണെങ്കിൽ ഇനി എന്നോട് ചോദ്യം ചോദിക്കരുത്. കണിമംഗലത്തെ രാജകുമാരനെ പോലെ കഴിഞ്ഞിരുന്ന ഒരാള് ഈ തെരുവിലിരിക്കുന്നതിനേക്കാളും വലിയ കാര്യമൊന്നും എന്നെ സംബന്ധിച്ച് ഈ ഭൂമിയിലില്ല. മാഡം, ഐ എം സോറി. അവൻ വെറുതെ ആവേശം കൊണ്ട്. സാരമില്ല, ഞാൻ ഇതൊക്കെ നിസ്സാരമായിട്ടാ കാണുന്നത്. അതല്ല, പറഞ്ഞ വാക്കിന് പകരം വീട്ടുന്നവളാണ് സാറേയെങ്കിൽ അത് പറഞ്ഞവൻ എന്റെ മുന്നിൽ നിന്നും പോകില്ലായിരുന്നു. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. വരൂ ചന്ദ്രശേഖർ. അടങ്ങി ഒതുങ്ങി ഇരുന്നോളം പറ അവനോട്. ഇനി ചന്ദ്രേട്ടനെ എന്തെങ്കിലും പറഞ്ഞാ ചന്ദ്രേട്ടൻ ക്ഷമിക്കില്ല. വരുണിനെ ഇറക്കി വിട്ടിട്ടും സൂര്യ ഇറക്കി വിട്ടില്ല. ഒടുവില് ആ സൗജന്യം കൂടി ഇല്ലാതാക്കുമെന്നാ തോന്നുന്നേ. ഈ കണിമംഗലം പരമേശ്വരന്റെ മക്കളാണെന്നുള്ള ബലം പെടുത്തുവേ ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാൻ പറ. അല്ലെങ്കിൽ തന്നെ കണിമംഗലം പരമേശ്വരന് ഇനി എന്താ പ്രസക്തി? ഇനി കണിമംഗലത്തെ ആൾക്കാരറിയുന്നത് ചന്ദ്രന്റെ പേരില. കണിമംഗലം ചന്ദ്രശേഖരനായി. വരുൺ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നമുക്ക് ആറ്റശ്ശേരിലേക്ക് പോയാലോ? അച്ഛനമ്മയെ സന്തോഷത്തോടെ സ്വീകരിക്കും, അതുറപ്പല്ലേ? അച്ഛനും അമ്മയും നമ്മളെ സന്തോഷത്തോടെ സ്വീകരിക്കും. പക്ഷേ ആ വീട്ടിൽ മറ്റു രണ്ടുപേരുണ്ടല്ലോ. കണിമംഗലത്ത് നിന്ന് നമ്മൾ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പ്രിയങ്ക മുത്തശ്ശിയായിരിക്കും. സ്വസ്ഥമായിട്ട് നമുക്കവിടെ നിൽക്കാൻ പറ്റുമോ? അത് നമ്മൾ കാര്യമാക്കാതിരുന്നാ പോരെ? ആക്ഷേപങ്ങൾ കേട്ട് മടുത്തില്ലേ നിനക്ക്? അത് മാത്രമല്ല, അവരില്ലെങ്കിൽ പോലും നമ്മൾ അവിടെ ചെന്ന് നിൽക്കുന്നത് ശരിയല്ല. തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ഒരു ഹോട്ടൽ റൂമിൽ തങ്ങാം. എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് നമുക്ക് രണ്ടുപേർക്കുള്ള വിസ റെഡിയാക്കാം. നമുക്ക് USA പോവാം. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും വരെ നമുക്ക് അവിടെ നിൽക്കാം. വരുൺ മാത്രം പോയ പോരെ? ഇത്രയും വലിയ പ്രശ്നങ്ങൾക്കിടയിൽ ഒരു ബാധ്യതയായിട്ട് എന്നെയും കൂട്ടണോ? എടോ, താൻ എങ്ങനെ എനിക്ക് ബാധ്യതാവുന്നത്? താനല്ലേ എന്നെ നേരെ നടത്തുന്നു ഒക്കെ. താനില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. വിസയുടെ കാര്യങ്ങളൊക്കെ ശരിയാൻ ചെറിയ താമസം ഉണ്ടാവും. ആ സമയത്തിനിടയിൽ തൻ്റെ അമ്മയെ കണ്ടുപിടിക്കണം. പോലീസുകാർ അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുക. പുതിയ പുതിയ വാർത്തകൾ കിട്ടിയപ്പോൾ അവരും അത് മറന്നിരിക്കുക. പക്ഷേ തനിക്കത് മറക്കാൻ പറ്റില്ലല്ലോ. അമ്മ എപ്പോഴും എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു വിസ്മയം പോലെ. അതുപോലെ എപ്പോഴെങ്കിലും ഒരിക്കല് അമ്മ എന്റെ മുൻപിൽ വരുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നടക്കുന്നത്. ആ, വരുമോടോ, അല്ലാതെ എവിടെ പോവാൻ? ഈ ഭൂമിയിലെ എല്ലാ നഷ്ടവും രാധികയും വരണോ അനുഭവിക്കട്ടെ എന്ന് ദൈവം നിശ്ചയിച്ചിട്ടൊന്നുമില്ലല്ലോ. ആ, പിന്നെ വേറെ ചെറിയൊരു കുഴപ്പമുണ്ട്. ഈ ജപ്തിയും മറ്റും നടന്ന കൂട്ടത്തിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് മൊത്തം ബ്ലോക്ക് ചെയ്തിരിക്കുക. താൽക്കാലിക ആവശ്യത്തിന് ഏതെങ്കിലും സുഹൃത്തുക്കളെ ചെന്ന് കാണേണ്ടി വരും. കുറച്ച് പണം വാങ്ങണം. ബാങ്കിലൂടെ നടക്കില്ല. വേണ്ട വരുൺ, ഒരാളുടെ മുന്നിൽ പോയി കൈ നീട്ടണ്ട. പണത്തിനുള്ള മാർഗം അത് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. എവിടുന്ന്? കണിമംഗലത്ത് നിന്ന് ഇറങ്ങിയപ്പോ അവിടുത്തെ ഖജനാവ് പൊളിച്ചോ താൻ? പണത്തിനുള്ള മാർഗം നമ്മുടെ മുന്നിലുണ്ടെന്നൊരു പെണ്ണ് പറഞ്ഞ അതിന്റെ അർത്ഥം അവളുടെ ശരീരത്തിൽ കുറച്ച് സ്വർണ്ണം ഉണ്ടെന്ന് തന്നെയാ. അതിന് തനിക്ക് പ്രത്യേകിച്ച് അവിടുന്ന സ്വർണം? താനതിനൊന്നും ഇടാറില്ലല്ലോ. ഉള്ളതൊന്നും എടുക്കാതല്ലേ പുറത്തിറങ്ങിയത്? ഇത് കണ്ടോ? ഏയ് വേണ്ട, അത് താലിമാലയല്ലേ. ഏറ്റവും അത്യാവശ്യമുള്ള സമയത്ത് ഇതിങ്ങനെ ഇടുന്നതിലൊരു കാര്യമില്ല. നോക്ക്, നമുക്കിത് കൊണ്ടേ കൊടുക്കാം.
എന്നിട്ട് താലി ഞാൻ ഊരി വെക്കാം. എന്നിട്ടൊരു ചരടിൽ കോർത്ത് കഴുത്തിലിടാമല്ലോ. എത്ര പെട്ടെന്നാ കൊട്ടാരക്കെട്ടിൽ താമസിച്ചിരുന്നവര് തെരുവുതണ്ടികളായത്. ആദ്യം ഈ പറച്ചിലൊന്ന് നിർത്തോ. വരുൺ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും എനിക്ക് വിശ്വാസമുണ്ട്. വിസയ്ക്ക് ശ്രമിക്കണം, അത് കിട്ടും. നമ്മൾ പോവും, എല്ലാ പ്രശ്നങ്ങളും തീർത്ത് തിരിച്ചു വരും. അപ്പൊ പിന്നെ അതിനുവേണ്ടി നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യം ചെലവഴിക്കുന്നതിൽ എന്താ തെറ്റ്? വാ, നമുക്കിപ്പൊ തന്നെ എവിടെയെങ്കിലും പോയിട്ട് ഇതൊന്ന് വിൽക്കാനുള്ള ഏർപ്പാട് നോക്കാം. എടോ, അത് എനിക്ക് എന്തേലും വിഷമമുണ്ടെന്ന് കരുതിയിട്ടാണെങ്കിൽ ഇനി എന്നോട് ചോദ്യം ചോദിക്കരുത്. കണിമംഗലത്തെ രാജകുമാരനെ പോലെ കഴിഞ്ഞിരുന്ന ഒരാള് ഈ തെരുവിൽ ഇരിക്കുന്നതിനേക്കാളും വലിയ കാര്യമൊന്നും എന്നെ സംബന്ധിച്ച് ഈ ഭൂമിയിലില്ല. ഇതില് താലിയും അയച്ചതാ. ഇത് ചെയ്യേണ്ടി വരുമ്പോ എന്റെ മനസ്സ് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. അതിതാ ഇത് എന്റെ കയ്യിൽ, എന്റെ നെഞ്ചില് ഭദ്രമായിട്ടുണ്ടാവും. അത് മതി. ആ, എന്നാ നമുക്ക് പോയാലോ? വാ. വാ.